അത്യാവശ്യമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമായി. എനിക്കൊരു വയറിനൊരു ചെറിയ വേദനയും ഒരു ചെറിയൊരു പ്രഷർ പോലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. ഫുഡ് കഴിച്ച് വന്നപ്പോൾ തന്നെ വിളിച്ച് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി അവിടെ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ടോ. എന്താണ് സംഭവം? CTG കയറ്റിക്കണം. അപ്പം എത്ര മിനിറ്റ് പറഞ്ഞേക്കണ? ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമായി. അപ്പോൾ രാവിലെ സുതി വിളിച്ചേക്കിയിരുന്നു. 2 ദിവസമായി ആൾക്ക് ചെറിയൊരു വയറുവേനയും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ കുഴപ്പമില്ല, 2 ദിവസം നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ജസ്റ്റ് ഞാൻ ഒന്നുകൂടി വിളിച്ച് നോക്കുന്നു ഡോക്ടറെ, എന്താണ് പറയണതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഡോക്ടറോടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ വേഗം നോക്കി വെച്ചിട്ടിരിക്കണ്ട, ഒന്ന് വരാൻ പറഞ്ഞു. വേറെ ഹോസ്പിറ്റലിലേക്ക് പോയിന്. അപ്പോൾ ആൾ കൂളായിട്ടിരിക്കുകയാണ്, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് നമുക്ക് പോയിട്ടൊക്കെ വരാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നല്ല ചില്ലായിട്ടൊക്കെ ഇരിക്കുകയാണ്. അവിടെ അമ്മ റെഡി ആവുന്നുണ്ട്, അവിടെ നിന്ന് അമ്മയുണ്ട്. നാലുപേരോട് പോവുകയാണ്. അപ്പോൾ ഇപ്പം നേരെ അവിടെ പോയിട്ട് വേണം. ടെൻഷനുണ്ട്, എന്താണ് സംഭവം എന്നൊരു പിടുത്തം കിട്ടില്ല. ഇപ്പം ഇത്ര ദിവസം കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത് ഡോക്ടറും പറഞ്ഞു വേറെ മേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒന്ന് വരാൻ പറഞ്ഞു. ഡോക്ടറിന് അങ്ങനെ എടുത്ത് വരാനും പറഞ്ഞു. എന്താണ് സംഭവം എന്നൊരു പിടുത്തം കിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. പോയിട്ട് ബാക്കി എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. പോകണം. ഓ ഗൈസ്, അപ്പോൾ നോക്കി ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യം വന്നല്ലേ അല്ലേ? അതെ, പെട്ടെന്നായിരുന്നു. എനിക്കൊരു ഇല്ലില്ല, എനിക്കൊരു വയറിനൊരു ചെറിയ വേദനയും ഒരു ചെറിയൊരു പ്രഷർ പോലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു CTG എടുത്തിട്ട് പോകാണ്ടായാലും അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇത്രയും ആയല്ല, അപ്പോൾ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞു. ഭയങ്കര ടെൻഷനുണ്ട്. അത് ഡോക്ടർ പറഞ്ഞ അപ്പം തന്നെ പോരെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊന്നും ഇതുവരെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡേറ്റിനല്ലാണ്ട് നമുക്ക് വരേണ്ടി വന്നിട്ടില്ല. പിന്നെ ഛർദിയും കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ നോർമലായിരുന്നല്ലോ. ഇനിയിപ്പോൾ വരേണ്ടി വരുമായിരിക്കും, അറിയാൻ പറ്റില്ല ഇനിയത്തെ കാര്യം എങ്ങനെയാണ്. പക്ഷെ എന്നാലും ഇന്നിങ്ങനെ ആദ്യമായിട്ട് വരുന്ന ഒരു പേടി എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഡോക്ടർ കഴിച്ചിട്ട് വരാൻ പറഞ്ഞല്ലേ? കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. എന്നാൽ പോലും ഇപ്പോൾ ഒന്നുകൂടി കഴിക്കാൻ പറഞ്ഞു, നല്ല മൂവ്മെൻറ്റ്സ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി 2 പേരും കൂടി ഉണ്ട്, 2 അമ്മമാരും ഉണ്ടെന്ന് ഇവിടെ. 2 പേരും വിറച്ച് നിൽക്കണേണ്. അവർക്കും ഇങ്ങനെ എന്താണ് പെട്ടെന്ന് എന്നൊക്കെ ഉള്ളൊരിതൊക്കെ. എന്തായാലും ബേബിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഇനിയിപ്പോൾ വരാം. എനിക്കൊരു ടെൻഷനുണ്ട്, പക്ഷെ എന്നാലും എല്ലാവരും പ്രാർത്ഥിക്കണോട്ടെ, വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന വീഡിയോ കാണുമ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. എന്നാലും ടെൻഷനൊന്നും അടിക്കാണ്ടിരിക്കണമെന്ന് നോക്കണേണ് കാര്യം. നമ്മൾ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ അത് ബേബിനെ അല്ലേ ഇതാക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, ഇതൊക്കെ നോർമലായിട്ട് ഇപ്പം നമുക്ക് സേഫ് ആണോന്ന് അറിയാമല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല എന്നറിയാമല്ലോ. ഹോസ്പിറ്റലിലെത്തിയ ഒരു സമാധാനം അങ്ങനെ. പിന്നെ ഇത്തിരി ദിവസമായിട്ട് ഇത്തിരി ഓട്ടങ്ങളൊക്കെ കൂടുതലായിരുന്നു, അതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണം. ചിലപ്പോൾ ഒരു നീരുവീഴ്ച അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിക്കണം. എന്തായാലും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇത് കഴിച്ച് തന്നിട്ട് എന്താ ബാക്കിയൊക്കെ കാണാം നമുക്ക്. ഞാൻ എന്തായാലും CTG ഒക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ഇനി വീഡിയോ കാണുമ്പോഴും ഞാൻ പിന്നെ പറഞ്ഞുള്ള എല്ലാവരും പ്രാർത്ഥിക്കണോട്ടെ, വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് വന്നപ്പോൾ തന്നെ വിളിച്ച് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി അവിടെ 2 പേരും അവിടെ ഇരിക്കുന്നുണ്ടോ. ഇതിനുള്ള കയറ്റിയാണ് എന്നെ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. അപ്പോൾ അതേ സ്കാൻ ഇതിന് കയറ്റിയേക്കേണ്ട. എന്താണ് സംഭവം? CTG കയറ്റിയേക്കണം. അപ്പോൾ എത്ര മിനിറ്റ് പറഞ്ഞേക്കണ? പറഞ്ഞു 20 മിനിറ്റ് കൂടുതൽ എന്താ ഇതോടെ ഇങ്ങനെ റീഡിങ് ഇങ്ങനെ പോവും. അപ്പോൾ ഒച്ചതാണെന്നുണ്ടല്ലേ അനങ്ങനെയാണ് അല്ലേ? അല്ലാത്ത ചവിട്ടി പിടിച്ചേക്ക് ഇരിക്കല്ലേ? ഞാനിപ്പോ കണ്ണോട് പറഞ്ഞിരുന്നു വന്നിരുന്ന സംസാരിക്കും, പാട്ട് വെക്കും. അച്ഛൻ്റെ ഒച്ച കേൾക്കുമ്പോൾ കൊച്ചറങ്ങണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അനങ്ങനെയാണത്, കൊച്ചനങ്ങനെ ഫീൽ ചെയ്യല്ലേ? ആണല്ലേ, അന്ന് മിണ്ടാണ്ടിരുന്നോ? അപ്പം അതെ, അവിടെ 20 മിനിറ്റ് ആട്ടിൻ്റെ സമയം. 20 മിനിറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ പോയി മിഠായി എടുത്തിട്ട് വന്ന്. മിഠായി എന്ന് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്സ് കൂടുന്നു പറഞ്ഞ് കേട്ടു അല്ലേ സുധി? അപ്പം മിഠായി മേടിക്കാൻ ഞാൻ പുറത്തിറങ്ങി, ഞാൻ 2 പേര് പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അങ്ങനല്ലേ? അങ്ങനെ വേണ്ടി ഒച്ച കേൾക്കണത്. സംസാരിക്കാൻ ഞാൻ മാത്രം ഇങ്ങനെ കമ്പനി കൊടുത്തിരിക്കേണ്ട ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് മിഠായി കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു മിഠായി വന്നപ്പോൾ ആണെങ്കിലേ എന്നാ മിഠായി
പിടിച്ചോ അത്. ഓക്കെ, അനക്കല്ലേ ഇത് അനങ്ങ വീണി ഒച്ചേക്കണ ഇവിടെ ഈ സാധനത്തിൽ ഒച്ച അനങ്ങണത് ഞാൻ ഞരമ്പണ ഒച്ച ഒരു ഗ്രാഫാനുണ്ട്. ഈ ഗ്രാഫാണ് നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടത്. ഡോക്ടർ അവിടെ ഉണ്ടെന്ന് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഡീറ്റെയിൽസ് ആയിട്ട് ബാക്കിയൊക്കെ പറയും. നമ്മുടെ ഒച്ച കേൾക്കണ്ടല്ലോ അതിനുള്ളിൽ കൊച്ച് ആണാ ആണാ കൗണ്ടടിക്കാണത് ഞെക്കിക്കൊണ്ടിരിക്കണം അനങ്ങാനാ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം. ഹലോ, അപ്പൊ നോക്കി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടതെ ഈ രണ്ടാൾക്കാർ അവിടെ പുറത്തിരുന്ന് ഞാനകത്തേരി പറഞ്ഞു ഞാൻ ആ മിഠായി മേടിക്കാൻ ചെന്നപ്പോൾ സീനൊക്കെ മിഠായി മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ അതെ. അപ്പൊ എന്ത് പറഞ്ഞു ശ്രുതി? സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CTG എടുക്കാനായിട്ടാണ് നമ്മളോടൊന്ന് ചെല്ലാൻ പറഞ്ഞത്. അതായത് ബേബിയുടെ മൂവ്മെന്റ്സ് നോക്കാനും പിന്നെ അതേപോലെ തന്നെ കോൺട്രാക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം അത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമലാണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. അപ്പം ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ചെല്ലാനായിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പോ ആയിട്ടില്ല സമയം ആയിട്ടില്ലെന്ന് പറഞ്ഞു. ഗംഭീര PV ഒക്കെ കഴിഞ്ഞ് അതെ ഡോക്ടർ നേരെ അങ്ങോട്ട് പറഞ്ഞു കളഞ്ഞല്ലേ. അതെ, അപ്പൊ എല്ലാവർക്കും സമാധാനായി. ചെറിയൊരു പേടി പേടിച്ചാണ്. അതെ, വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നോർമലാണ്. ഇപ്പൊ അതിന്റെ ഉള്ളിൽ ഇരുന്ന സംഭവങ്ങളെല്ലാം നോർമലാണ്, പക്കായിട്ട് പോണ്. അപ്പൊ അല്ലെ ഡോക്ടർ ഒരു PV ഒക്കെ ചെയ്ത് അതിന്റെ ഒരു ക്ഷീണത്തിലേക്ക് ഇങ്ങനെ ഇരിക്കണം. അതെ, കുറച്ച് വ്യത്യസ്തമായ കുറെ സംഭവങ്ങളൊക്കെ നടന്നായിരുന്നു അല്ലേ. അതെ, അപ്പൊ ഇങ്ങനെ ചെന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ നാളെ ഇനിയിപ്പോ സൺഡേ ആണ്, പിന്നെ അടുത്ത ദിവസം ആകും. അപ്പൊ ഇങ്ങനത്തെ കോൺട്രാക്ഷൻ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്നും അറിയാനായിട്ടുള്ളൊരു ഇത് ഇല്ലല്ലോ, ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് പേടിച്ച് വേഗം ചെന്ന് നമുക്ക് 1.5 മണിക്കൂറത്തെ യാത്ര ഉള്ളു. പിന്നെ അതും വെച്ചിട്ട് പിന്നെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വേദം നേരെ അങ്ങോട്ട് തന്നെയല്ലോ. രണ്ടു ദിവസമായിട്ട് എനിക്ക് ചിലപ്പോ പരിപാടിയുടെ എല്ലാത്തിന്റെ ഒക്കെ ഓടി നടക്കലൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ, അതിന്റെയൊക്കെ ആയിരിക്കും. പിന്നെ ബേബി വലുതാവണതിനനുസരിച്ചിട്ട് ഇനി പെയിൻ കൂടുമെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇനി എന്തെങ്കിലും വല്ല കൂടെയൊക്കെ ആണെങ്കിൽ ചെല്ലാൻ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും ഇപ്പൊ ഇല്ല നിലവില്. അതെ, അപ്പോ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും ഉണ്ടാവണം അല്ലെ, ബാക്കിൽ എന്താ മിണ്ടാണ്ടിരിക്കണം പറയുമ്പോ കലകുലാന്ന് പറയണല്ലോ ഒരാള് പറയണ്ട് കാര്യമായിട്ട്. അപ്പൊ ഞങ്ങളും കേട്ടിരിക്കണായിരുന്നു. അതെ, ഡോക്ടർ നോക്കിക്കൊണ്ടേ എല്ലാവരും കൂടി ഓടി വന്നേക്കണം ഡോക്ടർ. എല്ലാവരും ഉണ്ടാവുന്നു ഡോക്ടർ, അങ്ങനെ സന്തോഷമുണ്ട് അങ്ങനെ ചെല്ലുമ്പോഴും. അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളിപ്പോ വന്നേക്കണ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെ, നമ്മളിപ്പോ ഇറങ്ങിക്കണ്ട് ബാക്കി എവിടെ നിന്ന് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇറങ്ങിയിട്ടാണ് അല്ലെ. അപ്പൊ നോക്കി നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലം നോക്കി ഹോസ്പിറ്റലിൽ നേരെ വന്നത് നമ്മളുടെ സ്വർഗത്തിലേക്കാണ്. നമ്മൾ ഹലോ അപ്പൊ ഇവിടെ വന്ന ഗ്യാപ്പില് ഇവിടെ ആരുമില്ല, കോളേജ് ഇല്ലാത്ത സമയത്ത് ഓംലേറ്റ് എറണാകുളത്ത് എവിടെ കിട്ടും ഇതേപോലെ അല്ലേ. എറണാകുളത്ത് വന്നാൽ സ്വന്തമായിട്ട് കയറി ഉണ്ടാക്കാൻ പറ്റിയ കട അല്ലേ. അതെ, അതും മഹാരാജാസ് കോളേജിന്റെ ഒറ്റ നടുക്ക് അല്ലേ. ഹോട്ടൽ എന്ന് പറയാം നമുക്കല്ലേ, ഫുഡ് കഴിക്കാൻ കയറാനായിട്ട് പറ്റിയ സ്ഥലം നമുക്ക് എവിടെയാണുള്ളത്. അപ്പൊ ഒരു ഓംലേറ്റ് അടിച്ചിട്ട് പോവാൻ തരുത്തല്ലേ. അതെ, അപ്പോൾ അമ്മ ആദ്യമായിട്ടില്ല കാണോ. എങ്ങനെയുണ്ട് ക്യാൻറ്റീൻ? കണ്ട ക്യാമറ ഞാൻ പറയണ്ടത് പറഞ്ഞു തന്നെ പറയരുതെന്ന് പറയാ ആള്. അതെ, കടികളെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇന്നല്ല. കണ്ട ക്യാൻറ്റീനൊക്കെ ഉറങ്ങി കിടക്കുന്ന ദിവസം സുമോ വന്നിട്ടുണ്ട് നേരത്തെ, കൊറേ വന്നിട്ടുണ്ട്. ഇല്ല, വന്നിട്ടില്ല. തിരക്കുള്ള സമയത്താണ് വന്നേക്കണത്, നല്ല തിരക്കുള്ള സമയത്ത്. അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ കലോത്സവത്തിന് വന്നത്. അതെ, ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പരിപാടിയാണ്. ഇരുട്ടത്ത് പോയിക്കണം ആണോ? ഇവിടെ ഇരുട്ടാണ്ട, ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വെറുതെ ജസ്റ്റ് കയറിയതാണ്, ഒന്ന് കാണാൻ കരുതിയല്ലേ. ഇവിടെ ഇങ്ങനെ ആരെങ്കിലും ഇല്ലാത്തപ്പോഴൊക്കെ വരാൻ പറ്റണ വളരെ ചുരുക്ക സമയങ്ങളിലാണ് ഇവിടെയൊക്കെ.
സത്യം ഇങ്ങോട്ടൊന്നും ഞാൻ അധികം വന്നിട്ടേ ഇല്ല. ഇവിടെ ഒട്ടും ലൈറ്റില്ല, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ടാണ്.